ഇത് പനീർ കുർച്ചൻ. ഒരു രക്ഷയില്ല കേട്ടോ. വരൂ വീഡിയോയിലേക്ക് പോവാം. ഈ പനീർ കുർച്ചൻ ഉണ്ടാക്കാനായി നമ്മൾ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കടലമാവിലേക്ക് നമ്മൾ 1 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ആവശ്യമുള്ള ഉപ്പ്, അതായത് പനീർ മാരിനേറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇങ്ങനെ പല പൊടികളും നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ ടേസ്റ്റിനൊത്ത പൊടികളൊക്കെ ഇടുക കേട്ടോ. ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി, ഇല്ലെങ്കിൽ മല്ലിയില, പിന്നെ ഒരു ലെമൺ പിഴിഞ്ഞത് കേട്ടോ, ലെമൺ ജ്യൂസ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക. വെള്ളം ഇൻ കേസ് പോരാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ തൈരിൻ്റെ ഉണ്ട്, ലെമണിൻ്റെ ഉണ്ട്, കുറച്ച് ഒഴിക്കുക കേട്ടോ. അതിലേക്ക് പനീർ ഇത് ഞാൻ ക്യൂബ് കട്ട് ചെയ്ത് പനീറാണ് വാങ്ങിയത് കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് എന്നിട്ട് അത് ചൂടുള്ള ഒരു തവയിൽ അതിന് എല്ലാം വെച്ച് കൊടുക്കുക കേട്ടോ, വേവിക്കാൻ വേണ്ടി. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു കട്ട പനീറാണ്, ഒരൊറ്റ പനീറാണ് ബാറായിട്ടുള്ളത് പറഞ്ഞാൽ അതിനെ അങ്ങനെയും മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തവയിൽ വെച്ചിട്ട് അതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒറ്റയ്ക്കുള്ളതാണ് കുറച്ചുകൂടി നന്നായിരിക്കും. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് അവിടെ ഇരിക്കട്ടെ. പനീർ അവിടെ ഫ്രൈ ആവട്ടെ. നമുക്കിവിടെ ഒരു 2 ക്യാപ്സിക്കം, പിന്നെ ഉള്ളി വന്നിട്ട് ഒരുപാട് വലുതാണെങ്കിൽ 2 ഉള്ളി കേട്ടോ, അതിൽ ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുത്തോളൂ. എന്നിട്ട് കട്ട് ചെയ്യണത് ഞാനിവിടെ നിന്ന് നീളത്തിലാണ് കട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യുക, പക്ഷേ നീളത്തിൽ അരിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതാണ്. അതേപോലെ തന്നെ ഉള്ളിയും നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. അതും അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യണം അതിട്ടാൽ മതി. ബട്ടറൊക്കെ ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. അതിലേക്ക് ഈ ഉള്ളിയും ക്യാപ്സിക്കമും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റുക കേട്ടോ. അതൊന്ന് വഴറ്റുമ്പോൾ ഇവിടെ നമ്മുടെ പനീർ ഏകദേശം ആയിട്ടുണ്ട്. ഇടയിൽ അതിനെ ഒന്ന് നോക്കണമല്ലോ. അപ്പോഴേക്കും ഇവിടെ ക്യാപ്സിക്കമും ഉള്ളിയും ആയി. അത് ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ, ഒരു കണ്ണാടി പാകം മതി. ഓക്കെ. പിന്നെ അതേ പാനിൽ നമുക്ക് കുറച്ച് ബട്ടറോ എണ്ണയോ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വലിയ ഉള്ളി കുറച്ച് ഗ്രേറ്റ് ചെയ്ത്, അത് ഗ്രേവിയുടെ ബാക്കിയാണ് കേട്ടോ. നമ്മൾ പനീർ മാരിനേറ്റ് ചെയ്തതിൻ്റെ ആ ഗ്രേവി ഇതിലേക്ക് ബാക്കി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫുൾ അതിൽ തന്നെ മാരിനേറ്റ് ചെയ്യുക. എന്നിട്ടൊരു ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി ഇതിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ദെൻ കുരുമുളക്, ഉപ്പ്, എരിവൊക്കെ നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ട് പനീരിലും എല്ലാം. ഓക്കെ. ഈ ഗ്രേവി ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ, പച്ചമണമൊക്കെ തക്കാളിയുടെ മാറുമ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കമും ഉള്ളി വഴറ്റിയതും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് അതിലൊന്ന് ഇഴകി ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പനീറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമുക്ക് അടിപൊളി ദാബ സ്റ്റൈൽ പനീർ കുർച്ചൻ റെഡിയാണ് കേട്ടോ. അതിനെ വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് നല്ല അടിപൊളിയായിട്ട് അതിനെ ഒന്ന് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുക. ശരിക്കും പറയണം കേട്ടോ, നിങ്ങൾ ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇതിങ്ങനെ തന്നെ കുറച്ച് ഡ്രൈ ഐറ്റമാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് വാച്ച് ചെയ്യണമെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുമോ. ഓക്കെ. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി, നിങ്ങളിത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.